ഇവിടെയുള്ള ഒരു നവാസ് അതുപോലെ തന്നെ കമറുദ്ദീൻ ഇവരെ വീടുകളിൽ പോയി. എന്നിട്ട് അവർക്ക് DYSP, SP അതുപോലെ CI മറ്റുള്ള പോലീസുകാരുമായിട്ട് ബന്ധമുണ്ടെന്നും അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ കേസിൽ നിന്നും ഒഴിവാക്കി വിടാമെന്നും ഇല്ലെങ്കിൽ അവരെ ജീവിതം തന്നെ പോകുമെന്നും പറഞ്ഞ് അവരെ ഒന്ന് പേടിപ്പിച്ച ശേഷം അവർ സഹോദരങ്ങളായി സംസാരിച്ചിട്ട് അവർ പൈസ ആവശ്യപ്പെട്ടു. പോലീസുകാർക്ക് കൊടുക്കാനെന്ന കാര്യമാണ് പൈസ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അത് 25 ലക്ഷം രൂപ വേണമെന്നാണ് അവർ പറഞ്ഞത്. 25 ലക്ഷം രൂപ. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ എന്ന പേരിൽ പ്രധാന പ്രതികളുടെ വീട്ടിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത 3 പേർ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി. തൃപ്പങ്ങാട്ട് സ്വദേശി നവാസ്, ചിറക്കപ്പറമ്പ് സ്വദേശി കമറുദ്ദീൻ, തിരൂർ സ്വദേശി സോഡ ബാബു എന്നറിയപ്പെടുന്ന സാജിദ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതികളെ രക്ഷിക്കാൻ പോലീസിന് കൊടുക്കാനാണെന്ന് വിശ്വസിപ്പിച്ചാണ് സംഘം പ്രതികളുടെ വീട്ടുകാരിൽ നിന്നും 25 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഇർഷാദിന്റെ സഹോദരൻ സൈദാലി, അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ, പിന്നെ രാഹുലിന്റെ ബന്ധുക്കൾ എല്ലാവരും കൂടെ അവരെ സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെ പണയം വെച്ച് ഏതാണ്ട് 25 ലക്ഷം രൂപ 20 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 5 ലക്ഷം രൂപ ക്യാഷായിട്ട് ചമറോട്ടത്ത് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടി. അപ്പോൾ ഇവർ പറഞ്ഞു വലിപ്പിച്ചെന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഇപ്പം നമ്മൾ വിചാരിച്ചുകൊണ്ടാണ് ജാമ്യം കിട്ടിയതെന്ന് ഇവരെ പറഞ്ഞു പറ്റിച്ചു. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഇർഷാദ്, രാഹുൽ എന്നിവരുടെ വീട്ടിലെത്തിയാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. പോലീസുകാർക്ക് പണം കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടില്ല എന്നും അവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥരുമായി തങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നും വിശ്വസിപ്പിച്ചാണ് വീട്ടുകാരിൽ നിന്നും പണം തട്ടിയത്. ഇവർ ഇടപെട്ടാൽ കേസിൽ ജാമ്യം ലഭിക്കുമെന്നും പത്രമാധ്യമങ്ങളിൽ വാർത്ത വരില്ല എന്നും സംഘം വിശ്വസിപ്പിച്ചിരുന്നു. ഭയന്നുപോയ വീട്ടുകാർ സ്വർണം പണയം വെച്ചാണ് 20 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തത്. 5 ലക്ഷം രൂപ സംഘടിപ്പിച്ച് ക്യാഷായി കൊടുക്കുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇതിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നവാസ് സൺ ഓഫ് മൊയ്തീൻ, അയാൾ ചെമ്പുപടി ഭാഗത്തുള്ളതാണ്, ഇവിടെ തിരുവൂർ ഭാഗത്തുള്ള. അതുപോലെ തന്നെ ഒരു കമറുദ്ദീൻ, ചിറക്കൽപ്പറമ്പ്, ഒരു 44 വയസ്സുള്ളത്, കാരത്തൂർ ഭാഗത്തുള്ളതാണ്. 2 പേരെ നമ്മൾ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് ഇവരെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി DYSPയിലെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് അയച്ചു കൊടുത്തു. ആ വോയിസിൽ അവർ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ, എൻ്റെ കൂടെ പറയാനൊന്നുമില്ല, ചെയ്യാനുള്ള ചെയ്തിട്ടൊക്കെ പറയും, ഞങ്ങൾ വിചാരിച്ചാൽ ആടിന് പട്ടി ആടിയാനാക്കാൻ പറ്റുന്നൊരു വോയിസ് അയച്ചു കൊടുത്ത് അവരെ വിശ്വസിപ്പിച്ചു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഈ വയർലെസ്സിൻ്റെ ചെറിയ മെസ്സേജ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയും സഹായം ചെയ്തു കൊടുത്തത് ഒരു ബാബുവാണ്. ബാബു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പേര് സാജിദ് എന്നാണ്. അതാണ് നമ്മുടെ സോഡാ ബാബു എന്നാണ് അറിയപ്പെടുന്നത്. അവനെക്കുറിച്ച് അന്വേഷിച്ചതിൽ ഈ പരിപാടിയിൽ അറേഞ്ച് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ തോപ്പുംപടി സ്റ്റേഷനിലെ ഒരു വാഹന മോഷണത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൻ ജയിലിലാണ്, അവിടെ എറണാകുളത്ത് ജയിലിലുണ്ട്. പിന്നെ അവനെ കസ്റ്റഡിയിൽ വാങ്ങിച്ച കേസിലേക്ക് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാഷ് മുഴുവൻ ഇവർ പല പല ഭാഗങ്ങളും അവർക്കുള്ള കടങ്ങൾ കൊടുത്ത് എല്ലാം തീർത്ത് പോയിട്ടുണ്ട്. പരാതിക്കാരെ വിശ്വസിപ്പിക്കാനായി DYSP എന്ന പേരിൽ ഓഡിയോയും സംഘം വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു. എന്നാൽ എല്ലാ പ്രതികളെയും പിടിച്ചു കഴിഞ്ഞ് പത്രത്തിലും മറ്റു മീഡിയകളും വാർത്ത വരികയും കേസിലെ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തതോടെയാണ് തങ്ങൾ പറ്റിക്കപ്പെട്ട വിവരം സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതികളും വീട്ടുകാരും തിരിച്ചറിഞ്ഞത്. തുടർന്ന് പൊന്നാനി പോലീസിൽ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് നവാസും കമറുദ്ദീനും പിടിയിലായത്. ഇവർക്ക് DYSP എന്ന പേരിൽ വോയിസ് അയച്ചു നൽകിയ സോഡ ബാബു എന്നറിയപ്പെടുന്ന സാജിദിനെ ഏതാനും ദിവസങ്ങൾ മുമ്പ് എറണാകുളം പനങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. പൊന്നാനി CI അഷ്റഫിന്റെ നേതൃത്വത്തിൽ SI ബിബിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ കൃപേഷ്, സുമേഷ്, ശ്രീരാജ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പ്രതികളെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CNTV പൊന്നാനി.